ക്രിസ്തുയേശുവിൻ്റെ മഹനീയ നാമത്തിൽ വീണ്ടും ഒരു പ്രാവശ്യം കൊണ്ട് നിങ്ങളെല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു. ഇന്ന് നാം കർത്താവിൻ്റെ ഉപമകൾ എന്ന വിഷയത്തെക്കുറിച്ച് നാം പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് എൻ്റെ വിഷയം ചോദിക്കുന്നവന് കൊടുക്കും എന്നുള്ളതായ വിഷയമാണ്. അത് സംസാരിക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് നമ്മുടെ ദൈവത്തോട് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, പരിശുദ്ധ നാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം. തിരുവചനത്തിൽ ധ്യാനിപ്പാൻ ഒരവസരം കൂടി അടിയങ്ങൾക്ക് തന്നു. ഞങ്ങളുടെ കർത്താവ് അനേക ഉപമകൾ ഈ ഭൂമിയിൽ പഠിപ്പിച്ചു. അത് ഞങ്ങൾക്ക് അനവധിയായ സത്യങ്ങൾ ഗ്രഹിപ്പാൻ വേണ്ടിയാകുന്നു. അത് പഠിക്കുമ്പോൾ അവിടുത്തെ ആത്മാവ് ഞങ്ങളെ നയിക്കണമേ, നടത്തണമേ. അവിടുത്തെ കൃപയിൽ ഞങ്ങളെ ഭരിക്കണമേ. യേശുവിൽ കൂടി താഴ്മയുടെ വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. അതെ, കഴിഞ്ഞ ദിവസം നാം വില തീരാത്ത മുത്ത്, അതുപോലെ തന്നെ പഴയതും പുതിയതുമായ ഇത് കാര്യങ്ങളൊക്കെയും കൊടുക്കുന്ന വീട്ടുടയവനെക്കുറിച്ചൊക്കെയും നാം പഠിക്കുകയുണ്ടായി. ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത്, അതായത് ഈ ഉപമ പറയുന്നതിന് മുൻപായിട്ട് കർത്താവിൻ്റെ ജീവിത അനുഭവം ശിഷ്യന്മാർ വളരെയധികമായിട്ട് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. കാരണം താൻ രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുന്ന ഒരു പ്രവർത്തനം അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു രീതി അവരെ കാണുകയുണ്ടായി. അപ്പോൾ തൻ്റെ ഈ ഒരു ശൈലി കണ്ടപ്പോൾ അവർക്ക് വളരെ ജിജ്ഞാസയുണ്ടായി. കാരണം ഓരോ ദിവസവും താൻ പ്രാർത്ഥന കഴിഞ്ഞ് വരുമ്പോൾ തന്നിൽ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയോട് ഒരു ശക്തി പ്രാപിച്ച ഒരു വ്യക്തിയെപ്പോലെ, അതായത് ഉന്മേഷമുള്ളവനായി അതേ കാണപ്പെടുവാൻ ഗുണമിടയായിത്തീർന്നു. അതുകൊണ്ട് താൻ ദൈവവുമായുള്ള തൻ്റെ ഈടാർന്ന ബന്ധം അല്ലെങ്കിൽ തൻ്റെ പ്രാർത്ഥനാശീലം അത് കണ്ടതായ ശിഷ്യന്മാർ കൗതുകമുള്ളവരായിട്ട് തങ്ങളോട് തന്നെ ചില കാര്യങ്ങളൊക്കെ യേശുവിനോട് ചോദിക്കുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഇവിടെ പ്രവാചകൻ പറയുന്നത് പോലെ നിവൃത്തിയാകുന്നു എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഞാൻ ആദ്യമായി വായിക്കുന്നത് യെശയ്യാവിൻ്റെ പ്രവചനം 50-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വാക്യമാണ്. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും ഉണർന്ന് ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു. അപ്പോൾ അതായത് ദൈവവും യേശുക്രിസ്തുവുമായുള്ളതായ ദിനംതോറുമുള്ളതായ ഒരു കൂട്ടായ്മയുടെ അനുഭവം, പ്രാർത്ഥനാശീലം, അതേ ദിനംതോറും ദൈവത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വാസം അല്ലെങ്കിൽ അനുഭവം യേശുക്രിസ്തുവിനുണ്ടായിരുന്നു. അപ്പോൾ ഇത് ദിനംതോറും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാസ്തവമായ കാര്യമാണ്. അതായത് തൻ്റെ ഒരു ഹാബിറ്റ്, തൻ്റെ ഒരു ജീവിത ശൈലി പ്രാർത്ഥനാ ശൈലിയായിരുന്നു. അപ്പോൾ യേശുക്രിസ്തുവിനോട് ഞങ്ങളെയും പഠിപ്പിക്കണമേ, പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ തൻ്റെ കർത്തൃ പ്രാർത്ഥന അവരെ പഠിപ്പിച്ചതായിട്ട് നാം വായിക്കുന്നുണ്ട്. അതിനുശേഷം കർത്താവ് ഇപ്രകാരം പറയുന്ന കാര്യമാണ് നാം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ 5 മുതൽ 8 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുന്നത്. അവിടെ ഞാൻ ഇപ്രകാരം വായിക്കുന്നു. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ടെന്നിരിക്കട്ടെ. അവൻ അർദ്ധരാത്രിക്ക് അവൻ്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരേണം. എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നു, അവനെ വിളമ്പിക്കൊടുക്കാൻ എൻ്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞു. അവനോട് പറഞ്ഞാൽ, എന്നെ പ്രയാസപ്പെടുത്തരുത്, കതക് അടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ നീ കഴിയുകയില്ല എന്നകത്ത് നിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കുകയെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറയുകയുണ്ടായി. ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതായ അത് എപ്രകാരം നമുക്ക് പ്രാപിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഉള്ള ഒരു വിവരണം കൊടുക്കുകയായിരുന്നു ഈ ഉപമയിലൂടെ കർത്താവായ യേശുക്രിസ്തു ചെയ്തത്. അതായത് തൻ്റെ ശിഷ്യന്മാർ പലപ്പോഴും എപ്രകാരമാണ് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ അവർക്ക് സാധിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്താഗതികളുണ്ടായിരുന്നു. അപ്പോൾ ദൈവത്തിൽ നിന്ന് വരുന്നതായ വചനം അത് അവരുടെ ആത്മീയ ജീവിതത്തിന് ഉതകുവാൻ തക്കവണ്ണം അവരെന്ത് ചെയ്യണം? ദിനംതോറും ദൈവത്തോട് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് പറയുമ്പോൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്ന ആ ഒരു അനുഭവം, പ്രാർത്ഥനയിലൂടെ അല്ലാതെ ഇതൊന്നും സാധിക്കുകയില്ല എന്നാണ് അവരെ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് നമുക്കറിയാം, സ്വയമായിട്ട് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ
നമുക്ക് ചെയ്യാൻ സാധിക്കാത്ത അനേകമായ കാര്യങ്ങളുണ്ട്. എന്നാൽ അതൊക്കെയും സാധിപ്പാൻ തക്കവണ്ണം നമ്മെ അതിനുവേണ്ടി റെഡിയാക്കുന്നത് അല്ലെങ്കിൽ തയ്യാറാക്കുന്നത് മറ്റാരുമല്ല, ദൈവമാകുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാകുന്നു. ആയതുകൊണ്ട് ആ ദൈവ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിപ്പാൻ തക്കവണ്ണമാണ് അതെ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പഠിപ്പിച്ചത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ 7 മുതൽ 7, 8, 11 വാക്യത്തിൽ നിന്ന് വായിക്കുന്നത്, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നത്, അന്വേഷിക്കുന്നതും കണ്ടെത്തുന്നു, അത് മുട്ടുന്നവന് തുറക്കും. അങ്ങനെ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് എത്ര അധികം നന്മ കൊടുക്കും എന്ന് ഇവിടെ നാം വായിക്കുകയാണ്. അപ്പോൾ ആയതുകൊണ്ട് തൻ്റെ പിതാവ് അത് തൻ്റെ മക്കൾക്ക് കൊടുക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് സ്വർഗസ്ഥനായ ദൈവം നമുക്ക് തരുവാൻ തക്കവണ്ണം അത് തീർക്കും. അത് പ്രത്യേകിച്ച് പറയുമ്പോൾ ഭൗമിക ജീവിതത്തിൽ, ഈ മനുഷ്യൻ്റെ കുടുംബജീവിതത്തിൽ അപ്പനും മക്കളോടുമുള്ളതായ ഇടപാടുകളിൽ എപ്രകാരമാണ് അത് കാര്യങ്ങൾ നടക്കുന്നത്, അതിനപ്പുറമായിട്ട് സ്വർഗസ്ഥനായ ദൈവം നമുക്ക് ചെയ്യും എന്ന് ഉള്ള കാര്യമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് അങ്ങനെ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും എന്ന് ആണ് യേശു ക്രിസ്തുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ആയതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയും ആയതുപോലെ ആയിരിക്കണം. നമുക്കറിയാമല്ലോ, കർത്താവ് അവരെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ്. അതായത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ഏത് രീതിയിൽ അത് ദൈവത്തെ അഡ്രസ്സ് ചെയ്യണം, അതുപോലെ വിളിക്കണം, അതുപോലെ തന്നെ തന്നോട് ആവശ്യങ്ങൾ നാം നിർത്തിവെക്കണം. ഇതൊക്കെയും യേശു ക്രിസ്തു ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെയും നമുക്കെന്താണ്, അതൊരു മാതൃകയാണ്. ഈ മാതൃകയെ പിൻപറ്റുവാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു നമ്മോട് അനുശാസിക്കുന്നത്. അതേ വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ വാക്യം ഞാൻ ഇപ്രകാരം വായിക്കുന്നു, അവരും സാക്ഷാൽ വിശദീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശദീകരിക്കുന്നു. അതേ കർത്താവ് നമ്മെ വിശദീകരണത്തിൻ്റെ ഒരു മാതൃക കാട്ടിയിരിക്കുകയാണ്. തൻ്റെ ഈ ഭൂമിയിലുള്ളതായ ജീവിതത്തിൻ്റെ ഏക ഉദ്ദേശം മറ്റൊന്നുമല്ല, തനിക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവരെ അവരെ ഉദ്ധരിക്കുവാനും അവരെ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ജീവിപ്പാൻ തക്കവണ്ണം പാപത്തിൽ നിന്ന് പാപമോചനം നൽകുവാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ഒരു കാര്യം സാധിപ്പാൻ തക്കവണ്ണം അതേ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പ്രാർത്ഥനയോട് പ്രകാരം പറയുകയുണ്ടായി, പിതാവിനെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, എൻ്റെ സ്നേഹത്തിൽ വസിപ്പിൻ. അപ്പോൾ അത് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വസിക്കുക, യേശുവിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്ന എന്തിനു വേണ്ടിയാണ്? അതായത് ദൈവത്തെ നാം സ്നേഹിപ്പാൻ തക്കവണ്ണമാണ്. ഇനി അത് മാത്രമല്ല, വീണ്ടും അത് എന്നെ സ്നേഹിക്കുന്നവർ എന്തു ചെയ്യുന്നു? അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു. അത് യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകളെല്ലാം പ്രമാണിച്ചു. അല്ലെങ്കിൽ ആ ഒരു അനുഭവം പിന്നെ അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നത്, 1 യോഹന്നാൻ 2:3-5 ഞാൻ ഇപ്രകാരം വായിക്കുന്നു, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്നും അതിനാൽ അറിയുന്നു, അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരാകുന്നു? കള്ളനാകുന്നു, സത്യം അവനിലില്ല. എന്നാൽ ആരെങ്കിലും അവൻ്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു, നാം അവനിലിരിക്കുന്നു എന്ന് ഇതിനാൽ നമുക്കറിയാം. ഇപ്പം സാധാരണ പറയാറുണ്ടല്ലോ, ഒരു വ്യക്തിയെ കാണുമ്പോൾ, അവൻ്റെ ജീവിത രീതി കാണുമ്പോൾ, അവൻ്റെ കുടുംബ പാരമ്പര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ അത് അനേക കാര്യങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ദൈവത്തെ സ്നേഹിക്കുന്നു പറയുന്നവന് ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കും. അതെ, ദൈവത്തിൻ്റെ സ്നേഹം അവനിൽ വാസ്തവമായി തികയുന്നു. എപ്രകാരമാണ്? അതേ, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നത് എപ്രകാരമാണ്? അവൻ്റെ കൽപ്പന അനുസരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു നല്ല ഒരു പ്രകൃതമായിട്ട്, അതായത് സ്നേഹിക്കുന്നു, കൽപ്പന അനുസരിക്കുന്നു, അത് കൽപ്പന അനുസരിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് കണിശമായിട്ടും തെളിവായിട്ട് കാണുവാൻ തക്കനിടയായിത്തീരും. അപ്പോൾ ഇതൊക്കെയും ദൈവികമായ കാര്യങ്ങളാണ്. ആയതുകൊണ്ട് അതേ തന്നെത്താൻ സ്നേഹിക്കുക, അല്ലെ അന്യോന്യം സ്നേഹിക്കുക, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സ്നേഹിക്കുക, അതുപോലെ തന്നെ അയൽക്കാരനെ തന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്നിങ്ങനെയുള്ള കൽപ്പനകളൊക്കെയും അതേ ചൂണ്ടിക്കാണിക്കുന്നത് മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ കൽപ്പനയും സ്നേഹവും തമ്മിലുള്ളതായ ബന്ധമാണ്. അതായത് എല്ലാ കൽപ്പനകളും നാം പ്രമാണിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ദൈവത്തെ സ്നേഹിക്കുന്നുകൊണ്ടാണ്. കാരണം ദൈവം സ്നേഹമാകുന്നു.
അപ്പോൾ ആ സ്നേഹിക്കുന്നവനായ ദൈവത്തിൻ്റെ അനുയായികളായ നാം ഓരോരുത്തരും അതേ നിരന്തരമായ നമ്മുടെ പ്രാർത്ഥനയിലൂടെ ദൈവമായിട്ട് ഈടാർന്ന ബന്ധമുണ്ടായെങ്കിൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. അതല്ലാതെ ഇപ്പം ഭൗമികമായി സ്വയത്തിൽ ആശ്രയം ജീവിക്കുകയാണെങ്കിൽ ഒരു കാര്യം സാധിക്കുകയില്ല. കാരണം ദൈവത്തിൻ്റെ കൃപ നമുക്ക് ആവശ്യമാണ്. യേശു ക്രിസ്തുവിലാവൻ അവൻ പുതിയ സൃഷ്ടി എന്ന് പറയുന്നു. അപ്പോൾ തൻ്റെ ജീവിത രീതി പൂർണ്ണമായിട്ട് മാറിയിട്ട്, അതായത് യേശുവിനെ പോലെ ജീവിപ്പാൻ തക്കവണ്ണം ഉള്ള ഒരു പ്രവണത. അതായത് യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ചു. അവനെ പാപം ഒഴികെ എല്ലാറ്റിലും പരീക്ഷിക്കപ്പെട്ടു, എന്നാൽ പാപിയായി എന്ന് പറയുവാൻ തക്കവണ്ണം. അതെ, പരീക്ഷന്മാർ അല്ലെങ്കിൽ അവിടെ കൂടി വന്ന ന്യായശാസ്ത്രിമാർ അവന് തെറ്റുകാരനാണെന്ന് പറഞ്ഞെങ്കിലും പാപം ആർക്കും ഒരിക്കലും ചൂണ്ടിക്കാണിക്കപ്പെടും. അവൻ പാപിയാണെന്ന് പറയാൻ തക്കവണ്ണം ഇടയായിട്ടില്ല. അതുകൊണ്ടാണല്ലോ തിരുവചനം പറയുന്നത് യേശു ക്രിസ്തു പാപമില്ലാത്തവനായിരുന്നു, നിർദോഷവാനായിരുന്നു. അപ്പോൾ ആ ഒരു ജീവിത ശൈലി എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ മുമ്പേ നമ്മൾ വായിച്ചതുപോലെ പറയുവാൻ സാധിക്കൂ. അതെ, യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരോടായിട്ട് അന്യോന്യം സ്നേഹിക്കുക, അതെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പാൻ പറയുകയുണ്ടായി. അപ്പോൾ അന്യോന്യം സ്നേഹിപ്പിൻ. അങ്ങനെ അന്യോന്യം സ്നേഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകളൊക്കെയും അനുസരിക്കുന്നവരായി അതെ അത് നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അത് മാത്രമല്ല, ഭൗമ്യമായ കാര്യങ്ങളിൽ ദൈവീയമായ കാര്യങ്ങളിൽ നാം എങ്ങനെയുള്ളവരായിരിക്കണം? തന്നത് അന്യോന്യം ക്ഷമിക്കുന്നവരായിരിക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അതെ നിങ്ങൾ ക്ഷമിക്കുന്നത് പോലെ നമ്മുടെ ദൈവം നമ്മളോട് ക്ഷമിക്കും. അപ്പോൾ ഇതൊക്കെയും അതെ കർത്തൃ പ്രാർത്ഥനയിൽ നാം സാധാരണ ഭവനങ്ങളിൽ ക്രിസ്ത്യാനികളായിരിക്കുന്ന എല്ലാവരും കർത്തൃ പ്രാർത്ഥന ചൊല്ലാറുണ്ട്. ആ കർത്തൃ പ്രാർത്ഥനയിൽ ഉള്ളടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ വാസ്തവമായിട്ട് നാം അനുസരിക്കുകയൂടെ ചെയ്യണം. എങ്കിൽ മാത്രമേ ആ പ്രാർത്ഥന കൊണ്ട് ഫലമുള്ളൂ. അല്ല എങ്കിൽ വെറും അതരചരണമായിട്ട് മാത്രമേ അത് തിരിയുള്ളൂ. നമ്മുടെ നാവ് കൊണ്ട് ഇങ്ങനെ പെറുപെറുക്കുന്നു, അതെ അങ്ങനെ ചടങ്ങ് മാതിരി ചെയ്യുന്നു. അതല്ല, ഹൃദയത്തിൻ്റെ ഭാഗമായിട്ട് അത് പ്രവർത്തിക്കുന്നവരായിരിക്കണം. അപ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുമ്പോൾ ആ പിതാവിൻ്റെ മകനായിട്ട് ഇരിക്കുവാനുള്ള യോഗ്യത നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ അതിനുവേണ്ടിയുള്ളൊരു മനോഭാവം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ഉള്ളൂ. അതുപോലെ നിൻ്റെ രാജ്യം വരയണമേ എന്ന് പറയുമ്പോൾ ആ രാജ്യത്തിന് വേണ്ടി നാം ഒരുങ്ങണം. അതുപോലെ അന്യോന്യം പൊറുക്കുന്നവരായിരിക്കണം. അതല്ലാതെ അതെ നീ എന്നെ കാര്യങ്ങളെല്ലാം ക്ഷമിച്ചു, ഞാൻ നിന്നോട് ക്ഷമിക്കുകയില്ല, അവസരം കിട്ടുമ്പോൾ നിനക്ക് വേണ്ടി വാൾ വെക്കും, അല്ലെങ്കിൽ ആ ഒരു പ്രവണതയല്ല. പിന്നെയോ ക്ഷമിപ്പാനും സഹിപ്പാനുമുള്ളതായൊരു പ്രവണത നമുക്കുണ്ടാകണം. അതാണല്ലോ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നത്. ദൈവം സ്നേഹമാകുന്നു. ആ സ്നേഹം നമ്മിൽ നിലനിന്ന് പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. അതുപോലെ തന്നെ സഭാകാര്യങ്ങളിൽ, പ്രത്യേകിച്ച് പള്ളിക്കാര്യങ്ങളിൽ, അതുപോലെ തന്നെ ദൈവത്തെ ആദരിക്കുന്ന കാര്യങ്ങളിൽ ഒക്കെയും ഉള്ള കാര്യങ്ങളൊക്കെയും വേദവചനത്തിൽ നൽകിയിട്ടുണ്ട്. വിശുദ്ധ മലാക്കിയുടെ പ്രവചനം 3-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ വാക്യം പറയുന്നത്, എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവീൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ പരീക്ഷിപ്പിനെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങൾ മനോഹരമായൊരു ദേശം ആയിരിക്കാൽ സകല ജാതികളും നിങ്ങളെ ഭാഗ്യവാൻ എന്ന് പറയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നത്. ഞാൻ വായിച്ചത് മലാക്കിയുടെ പ്രവചനം 3:10 മുതൽ 12 വരെയാണ്. അപ്പോൾ ഇവിടെ പറയുന്നത്, അതായത് ദൈവത്തിൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടത് എന്ത് ചെയ്യണം? നാം ഭണ്ഡാരത്തിൽ ദശാംശം കൊണ്ടുവരിക. അത് നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കുന്നൊരു കാര്യമാണ്. ദശാംശം എന്ന് പറഞ്ഞാൽ 10-1. അത് ഒരിക്കലും കുറയുവാൻ തക്കവണ്ണം, അതായത് നമ്മുടെ വിശ്വാസത്തെ ദൈവസന്നിധിയിലാണ് നാം കണക്ക് കൊടുക്കുന്നത്. ആയതുപോലെ തന്നെ ദൈവം നമുക്ക് എന്താണ് ചെയ്യുന്നത്? കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വണ്ണം നമുക്ക് എന്തു ചെയ്യും? അനുഗ്രഹങ്ങൾ തരും. ആയതുകൊണ്ട് ആ അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവണ്ണം നാം ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യണം. അല്ലാതെ ദൈവമേ ഞങ്ങൾക്ക് തരണമേ, യാചിക്കുമ്പോൾ കിട്ടും, അത് ശരിയാണ്. പക്ഷെങ്കിൽ ആയതുപോലെ തന്നെ നമുക്ക് ചെയ്യാനുള്ള ചില കടപ്പാടുകളുണ്ട്, അത് നാം ചെയ്യണം. വെറുതെ എല്ലാം മേടിച്ചുകൊണ്ടിരുന്നാൽ പോരാ. അതെ ദൈവത്തിനോട് നന്ദി സൂചിപ്പാൻ തക്കവണ്ണം ദേവാലയത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെയും നാം ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം എന്ത് ചെയ്യും? നമ്മെ അനുഗ്രഹിക്കും. ആ അനുഗ്രഹത്തെക്കുറിച്ച് പറയുന്നത്, നിങ്ങൾക്ക് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ? ദൈവം അനുഗ്രഹിച്ചാൽ ആർക്കും തടയാൻ തക്കവണ്ണം സാധിക്കുകയില്ല. എന്നാൽ നാം യാചിക്കേണ്ട കാര്യമുണ്ട്, അതുപോലെ നാം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇതൊക്കെയും നാം ചെയ്യുമ്പോൾ എന്താണ് ദൈവം പറഞ്ഞതാ ഈ വാഗ്ദാനങ്ങളൊക്കെയും നമുക്ക് നൽകപ്പെടും. പക്ഷേ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണ്? ഒന്നാമതായിട്ട് നാം വിശ്വസിക്കണം. അതായത് അവർ പ്രെയർ ഈസ് ടു പ്രേ ആൻഡ് ബിലീവ്. കാരണം കൊരിന്ത്യർ ലേഖനത്തിൽ 1 കൊരിന്ത്യർ പറയുന്നത്, നാം എല്ലാവരും ദൈവത്തിൻ്റെ കൃഷിയാണ്, ദൈവത്തിൻ്റെ ഗൃഹഭരണമാണ്. അതായത് ഞാൻ അത് വായിക്കാം. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ.
നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷി, ദൈവത്തിൻ്റെ ഗൃഹനിർമ്മാണം. അപ്പോൾ അത് ഒരു സഹകരണ മനോഭാവത്തോടു കൂടി, അതായത് നാം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവം നമുക്ക് തരുമെന്ന് വിശ്വസിക്കുക. അങ്ങനെ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരായി മറ്റുള്ളവർക്കും വേണ്ടിയുള്ള അനുഗ്രഹങ്ങൾ, അതായത് എനിക്ക് ലഭിക്കുമ്പോൾ അനുഗ്രഹങ്ങളൊക്കെയും മറ്റുള്ളവർക്കും കൊടുക്കുക. അതേ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചുവെന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതായത് നമുക്ക് വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന വേണം. അതുപോലെ തന്നെ നാം പ്രാർത്ഥിക്കുമ്പോൾ അത് എൻ്റെ ഇഷ്ടമല്ല, പിന്നെയോ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറുവാൻ തക്കവണ്ണം. അതായത് വീണ്ടും യോഹന്നാൻ്റെ ലേഖനത്തിൽ വായിക്കുന്നത് 14-13, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടുത്തേണ്ടതിന് ഞാൻ ചെയ്തു തരും. അതുകൊണ്ട് പുത്രനിലൂടെ നാം ആവശ്യപ്പെടുക. നമ്മുടെ ആവശ്യങ്ങളൊക്കെയും പറയുമ്പോൾ അത് നമുക്ക് വേണ്ടിയല്ല, സ്വാർത്ഥത ഇല്ലാതെ, അതായത് എൻ്റെ ഇഷ്ടം അല്ല, പിന്നെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറുവാൻ തക്കവണ്ണം നമ്മുടെ ആവശ്യങ്ങളെല്ലാം അത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുവാൻ തക്കവണ്ണമാണ് അത് തിരുവചനം അനുശാസിക്കുന്നത്. അത് യേശു ക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് വേണ്ടതെല്ലാം ചെയ്തു തരും എന്നുള്ള വാഗ്ദാനം ഞാൻ മുൻകൂട്ടി വായിക്കുകയുണ്ടായല്ലോ. അതായത് നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം യേശു ക്രിസ്തുവിനോട് ചോദിക്കുകയും, അത് യേശു ക്രിസ്തുവാണ് നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്നത്. പഴയ നിയമകാലത്ത് നമുക്കറിയാം, അഹരോൻ എന്ന് പറയുന്നതായ ഒരു പുരോഹിതനുണ്ടായിരുന്നു, മഹാപുരോഹിതനായിരുന്നു. ആ മഹാപുരോഹിതനായിരുന്നു ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവത്തോട് പക്ഷപാതം ചെയ്തുകൊണ്ടിരുന്നത്. ആയതുപോലെ യേശു ക്രിസ്തു എന്ന മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട്. അവൻ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥനായി നിൽക്കുകയാണ്. ആയതുകൊണ്ട് നമ്മുടെ അപേക്ഷകളൊക്കെയും യേശു ക്രിസ്തുവിലൂടെ ദൈവസന്നിധിയിൽ സമർപ്പിപ്പാൻ തക്കവണ്ണമാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. അതായത് ഞാൻ മുമ്പേ അഹരോൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. അഹരോൻ ധരിച്ചിരുന്ന വസ്ത്രത്തിൽ, അതായത് ഈ ഒരു വശത്ത് 6 ഇസ്രായേൽ ട്രൈബിൻ്റെ പേരുകളും അതുപോലെ തന്നെ മറ്റ് 6 പേര് അടുത്ത പതക്കത്തിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയും താൻ അവരുടെ പ്രതിനിധിയായിട്ട് പ്രവർത്തിക്കുന്നത് പോലെ പുതിയ യെരൂശലേമിൽ അല്ലെങ്കിൽ ആധുനിക ആത്മീയ ഇസ്രായേല്യരായ നാം ഓരോരുത്തർക്കും വേണ്ടി നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിൽ പ്രകാരം നാം വായിക്കുകയാണ്, എന്നാൽ തമ്മിൽ ഓരോരുത്തരിന് ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ കൃപ പ്രാപിപ്പാൻ തക്കവണ്ണം നാം എന്ത് ചെയ്യണം? ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല. അതിനാണല്ലോ കർത്താവ് ആ ഉപമ പഠിപ്പിച്ചത്. അതായത് തൻ്റെ ഭവനത്തിൽ ഒരു സന്ദർശകൻ വന്നപ്പോൾ തനിക്ക് അവനെ സൽക്കരിക്കുവാൻ തക്കവണ്ണം അവളുടെ വകയില്ലായിരുന്നുകൊണ്ട് അയൽവക്കത്തുള്ള വ്യക്തിയുടെ വീട്ടിൽ ചെന്ന് താൻ യാചിക്കുകയാണ്. അപ്പോൾ അയൽവക്കത്തുള്ള വ്യക്തിയുടെ മനോഭാവം എന്തായിരുന്നു? തനിക്ക് താൻ ഉറക്കമാണ്, കുഞ്ഞുങ്ങളുമായിട്ട് കിടക്കയിൽ. അന്നത്തെ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് വലിയ ഓരോരുത്തർക്കും ഓരോ ബെഡ്റൂമും അല്ലെങ്കിൽ അങ്ങനെയുള്ള അവസ്ഥയൊന്നും ഇല്ലായിരുന്നു. അവരെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഒരു മുറിയിൽ കിടക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ അവിടെ ആ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നിട്ട് പോലും എന്താണ്, തൻ്റെ കൂട്ടുകാരൻ തന്നെ ബുദ്ധിമുട്ടിക്കൊണ്ട് അവന് വേണ്ടുവോളം സൽക്കരിച്ച് അവന് വേണ്ടത് കൊടുത്തു എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. ആയതുപോലെ സ്വർഗസ്ഥനായ ദൈവം നമുക്ക് നൽകുവാൻ തക്കവണ്ണം, സ്വർഗം തന്നെയും തരുവാൻ തക്കവണ്ണം ദൈവം ഒരുങ്ങിയിരിക്കുകയാണ്. എന്നാൽ അതിനുവേണ്ടി നാം എന്ത് ചെയ്യണം? നാം അവനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണം. പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ദൂതന്മാർ പോലും നമ്മെ സഹായിപ്പാൻ തക്കവണ്ണം എപ്പോഴും ഒരുക്കമുള്ളവരാണ്. ആയതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെ ദിനംതോറും നിരത്തി വയ്ക്കുക. കണിശമായിട്ടും നമ്മുടെ ഈ ഭൂമിയിലുള്ളതായ പല കാര്യങ്ങൾക്കും പല പരിമിതികളുണ്ട്. പ്രത്യേകിച്ച് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് മനുഷ്യർ മൊബൈൽ വളരെ അധികമായി ഉപയോഗിക്കുന്നൊരു കാലഘട്ടമാണ്. എന്നാൽ ചില അവസരത്തിൽ ചിലപ്പോൾ പറയും ടവറില്ല, ചിലപ്പോൾ പറയും ആ പ്രശ്നം ഈ പ്രശ്നം അല്ലെങ്കിൽ വേറെ സംസാരത്തിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല തടസ്സങ്ങളും ഉണ്ടാകും. എന്നാൽ നമ്മുടെ ദൈവത്തിന് യാതൊരു തടസ്സവുമില്ല. 24 മണിക്കൂറും ആഴ്ചയിൽ എല്ലാ ദിവസവും 24/7 എന്ന് സാധാരണ പറയാറുണ്ടല്ലോ. ആയതുപോലെ നമുക്ക് വേണ്ടി 365 ദിവസവും അതുപോലെ സദാ ഓരോ നിമിഷവും നമുക്ക് വേണ്ടി കരുതുകയാണ്.
ദൈവികമായ കാര്യങ്ങൾക്ക് അതെ നാം യാചിക്കുക, അത് നമുക്ക് ലഭിക്കും എന്നുള്ള വാഗ്ദാനം തിരുവചനത്തിലുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ എഫേസ്യ ലേഖനം 4-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു, എന്നാൽ നമ്മിൽ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ദാനത്തിന് അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഈ കൃപ പ്രാപിപ്പാൻ തക്കവണ്ണം നാം എന്ത് ചെയ്യുകയാണ്? നാം നമ്മെ തന്നെ സമർപ്പിച്ച് അതേ ജീവിക്കുക. അതായത് നമ്മുടെ ദൈവം എപ്പോഴും നമുക്ക് വേണ്ടി ഒരുക്കുന്നു. അതായത് തൻ്റെ ചെവി ഒരിക്കലും കുറുതായിട്ടില്ല. അതെ, നമ്മുടെ ശബ്ദങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ യാചനകൾ കേൾക്കാതിരിക്കാൻ ദൈവത്തിന് ഒരു മടിയുമില്ല എന്ന് നാം പഠിക്കുകയുണ്ടായല്ലോ. ആയതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഓരോരുത്തരുമേ നമ്മുടെ ജീവിതങ്ങളിൽ മനഃപൂർവ്വമായിട്ട് നാം മുമ്പേ വായിച്ചു കേട്ടതുപോലുള്ളതായ ഉപമയിൽ, അതായത് തന്നെ ബുദ്ധിമുട്ടിച്ചതായ തൻ്റെ സഹോദരന് കൊടുക്കുവാൻ തക്കവണ്ണം മനഃപൂർവ്വമായിട്ട് അതേ അയൽവക്കത്തുള്ള വ്യക്തിക്ക് സാധിച്ചു. അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവം നമുക്ക് കരുതും. കാരണം നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് തരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കൃപ യേശു ക്രിസ്തുവിലൂടെ നൽകിയിരിക്കുകയാണ്. ആയതുകൊണ്ട് അത് മാത്രമല്ല, ദൈവത്തിൻ്റെ ദൂതന്മാർ നമ്മുടെ ജീവിതങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരെപ്പോഴും നമ്മുടെ സഹായത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. വീണ്ടും അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ 4-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഈ പറയപ്പെട്ട വാക്കുകൾ അത് വിവരിപ്പാണ്ടാക്കണം എനിക്ക് സമയമില്ല. പക്ഷേ നിങ്ങളൊന്ന് ധ്യാനിക്കുക, ദൈവം നമുക്ക് വേണ്ടി എപ്പോഴും കരുതുന്നു. യാചിപ്പിൻ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ അതെ നമുക്ക് ലഭിക്കും, മുട്ടുവിൻ തുറക്കപ്പെടും. അത് ദൈവത്തിന് പ്രാപിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, മഹനീയമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. അടിയങ്ങൾക്കായി നൽകിയിരിക്കുന്നതായ യേശുവിൻ്റെ ഉപമകൾക്ക് നന്ദിയോടെ സ്തോത്രം. അത് ഞങ്ങളുടെ ജീവിതത്തിന് പ്രായോഗികമാക്കുവാൻ തക്കവണ്ണം വചനം അങ്ങനെ തന്നെ പരിശോധിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരും സഹായിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവാൽ ഞങ്ങളെ നയിക്കണമേ. അവിടുത്തെ വരവനായി ഒരുക്കണമേ. യേശുവിൽ കൂടി താഴ്മണി വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി പറയുന്നു. അതെ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളോ എന്തെങ്കിലും സംശയങ്ങളോ അറിയുവാൻ എന്തെങ്കിലുമുള്ള താല്പര്യമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിൽ എഴുതുക. ഞങ്ങൾക്ക് നിങ്ങളെ വേണ്ട സഹായം ചെയ്യാൻ സാധിക്കുന്നു.